തിരുവനന്തപുരം ലോ അക്കാദമിയിൽ നിയമലംഘനം നടന്നതായി സിൻഡിക്കേറ്റ് ഉപസമിതി. ഹാജർ, ഇന്റേണൽ മാർക്ക് എന്നിവയിൽ ചട്ടലംഘനം നടന്നതായും ഉപസമിതി കണ്ടെത്തി. ഇവർക്കെതിരായ നടപടിയിൽ തീരുമാനമെടുക്കുന്നത് സിൻഡിക്കേറ്റിന് വിട്ടു. വിവരങ്ങൾ സുനിൽ അരുമാനൂർ നൽകും തിരുവനന്തപുരത്തു നിന്നും. സുനിൽ, ഉപസമിതി കണ്ടെത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ വിധത്തിലാണ് ചട്ടലംഘനം ലോ അക്കാദമിയിൽ നടന്നതായി ഉപസമിതി കണ്ടെത്തിയത്? മനു, ഉപസമിതി 3 ദിവസങ്ങളിലായി കോളേജിൽ വിദ്യാർത്ഥികളിൽ നിന്ന് പരാതികൾ കേൾക്കുകയും രേഖാമൂലമുള്ള കാര്യങ്ങൾ സ്വീകരിക്കുകയും തെളിവുകളായി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഉപസമിതി കണ്ടെത്തലുകൾ സംബന്ധിച്ച് അവലോകനം നടത്താനായി യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് ലോ അക്കാദമിയിൽ വ്യാപകമായി തന്നെ സർവകലാശാല ചട്ടങ്ങളുടെ ലംഘനം നടന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ചട്ടലംഘനം നടന്നിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുള്ള ഹാജരുമായി ബന്ധപ്പെട്ട കാര്യത്തിലും പല വിദ്യാർത്ഥികൾക്ക് വഴിവിട്ട് ഇന്റേണൽ മാർക്ക് നൽകിയിട്ടുള്ളതുമായ കാര്യങ്ങളാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഇക്കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് തന്നെ റിപ്പോർട്ടാക്കിക്കൊണ്ട് സിൻഡിക്കേറ്റ് നൽകാനാണ് ഉപസമിതി തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനകത്ത് പ്രത്യേകിച്ച് തങ്ങളുടേതായിട്ടുള്ള ഒരു ശുപാർശയും ഉൾപ്പെടുത്തേണ്ടതില്ല എന്നും ഉപസമിതി തീരുമാനിച്ചു. നടപടിക്കാര്യങ്ങൾ, അതായത് റിപ്പോർട്ടിന്മേലുള്ള നടപടിക്കാര്യങ്ങളും ഏത് തരത്തിൽ സർവകലാശാല ആക്ടിനനുസരിച്ച് കോളേജിനെതിരെ എന്ത് നടപടി സ്വീകരിക്കണം, ഇക്കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് നാളെ ചേരുന്ന സിൻഡിക്കേറ്റ് യോഗമായിരിക്കും. അന്തിമ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി തന്നെ ഉപസമിതിയുടെ കണ്ടെത്തലുകളെല്ലാം അടങ്ങുന്ന റിപ്പോർട്ട് നാളെ തന്നെ സിൻഡിക്കേറ്റിന് രാവിലെ സമർപ്പിക്കാനാണ് ഇപ്പോൾ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. ശരി, സുനിൽ അരുമാനൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. സ്വാശ്രയ വിദ്യാഭ്യാസ മേഖല നിയമത്തിലെ പഴുതു മുതൽ നടത്തിപ്പിലെ പുഴുക്കുത്തുകൾക്ക് വരെ പരിഹാരം വേണമെന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ വി.എസ്. അച്യുതാനന്ദൻ. ലോ അക്കാദമിയുടെ ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണം. നിയമവിരുദ്ധമായി നീങ്ങുന്നവരെ കണിശമായി നിയന്ത്രിക്കണമെന്നും വി.എസ്. ആവശ്യപ്പെട്ടു. ഭരണപരിഷ്കാര കമ്മീഷൻ റിപ്പോർട്ട് 1 വർഷത്തിനകം പൂർത്തിയാക്കുമെന്നും വി.എസ്. പറഞ്ഞു. സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ നമുക്കറിയാം. നിയമത്തിലെ പഴുതുകൾ മുതൽ നടത്തിപ്പിലെ പുഴുക്കുത്തുകൾ വരെ കാണാതിരുന്നിട്ട് കാര്യമില്ല. ഈ മേഖലയും ആദ്യഘട്ട റിപ്പോർട്ടിൻ്റെ ഭാഗമാക്കാനാവുമോ എന്ന് പരിശോധിക്കുന്നതാണ്. 10-13 ഏക്കർ ലാവിഷായിട്ട് ഇങ്ങനെ കൈകാര്യം ചെയ്ത് പല കെട്ടിടങ്ങളും വെക്കുകയും എല്ലാം ചെയ്യുകയാണ്. അത് അനുവദിച്ചുകൂടാ. നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ തോന്നിയ പോലെ ചെയ്യുമ്പോൾ അങ്ങനെ നീങ്ങുന്ന ആളുകളെ യാതൊരു കാരണവശാലും പ്രോത്സാഹിപ്പിച്ചുകൂടാ. കണിശമായും അടിയന്തരമായി ഇടപെട്ട് നിയന്ത്രിക്കുക തന്നെ വേണം. റിസോർട്ട് മാഫിയകളിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ ഭരണപരമായി എന്തെല്ലാം ചെയ്യാനാവുമെന്ന പരിശോധനയും ഇതിൻ്റെ ഭാഗമാണ്. ലോ അക്കാദമിയിലെ സമരം ഒരു കോളേജിനകത്തെ സമരമാണെന്നും ബന്ധപ്പെട്ടവർ പ്രശ്നം പരിഹരിക്കണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. വിദ്യാർത്ഥി സംഘടനകൾക്ക് ആവശ്യങ്ങൾ ഉന്നയിക്കാൻ പാർട്ടിയോട് ചോദിക്കേണ്ടതില്ലെന്നും കോടിയേരി പ്രതികരിച്ചു. അല്ല, വിദ്യാർത്ഥി സംഘടനകൾ ഒരാവശ്യം ഉന്നയിക്കുന്നത് പാർട്ടിയോട് ചോദിക്കേണ്ട കാര്യമില്ല. ആ മുദ്രാവാക്യം ഉന്നയിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ആവശ്യമാണ്. CPM അവിടെ സമരം അവിടെ നടത്തുന്നില്ല. വിദ്യാർത്ഥി സംഘടനകളാണ് സമരം നടത്തുന്നത്. SFI അവിടെ സമരം നടത്തുന്നുണ്ട്. പാർട്ടി എന്നുള്ള നിലയിൽ ആ സമരം ഇപ്പോൾ ഏറ്റെടുത്തിട്ടില്ല. എന്നാൽ അതൊരു രാഷ്ട്രീയ സമരമാക്കി മാറ്റാനാണ് BJP ശ്രമിക്കുന്നത്. ലോ അക്കാദമിയിലെ ഭൂമി ദുരുപയോഗത്തെക്കുറിച്ച് സർക്കാർ അന്വേഷിക്കണമെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ. നിയമം എല്ലാവർക്കും ബാധകമാണ്. ഈ വിഷയത്തിൽ സർക്കാർ ക്രിയാത്മകമായി ഇടപെടണമെന്നും സുധീരൻ ആവശ്യപ്പെട്ടു. വിവരാവകാശ നിയമത്തിന്റെ കാര്യത്തിൽ സർക്കാരിന് ഇരട്ട മുഖമാണെന്നും സുധീരൻ കുറ്റപ്പെടുത്തി. നല്ല ലക്ഷ്യത്തെ മുൻനിർത്തി സർക്കാരിൻ്റെ ഭൂമി നൽകിയിട്ടുണ്ട്. ആ സർക്കാരിൻ്റെ ഭൂമി നിശ്ചിതമായ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായി കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി മാറിപ്പോകുന്ന എത്രയോ സംഭവം ഉണ്ടാകുന്നു. വളരെ ഗൗരവത്തോടുകൂടി ഇതേക്കുറിച്ച് ഗവൺമെൻറ് അന്വേഷിക്കേണ്ടതാണ്. ശരിക്കു പറഞ്ഞാൽ നിയമം അതിൻ്റേതായ രീതിയിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ എത്രയോ ക്രിമിനൽ കേസുകൾക്ക് അവർ പ്രതിസ്ഥാനത്ത് വരുമായിരുന്നു. ഘടകവിരുദ്ധമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ മുന്നിൽ സർക്കാർ കേവലം നോക്കുകുത്തിയെ പോലെ നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാകരുത്. പ്രസംഗവേദിക്ക് സമീപം RSSന്റെ ബോംബാക്രമണം ആസൂത്രിതമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ആക്രമണത്തെ CPIM പോളിറ്റ് ബ്യൂറോ അപലപിച്ചു. RSS സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് V.S. അച്യുതാനന്ദൻ പറഞ്ഞു. RSSന്റെ രാക്ഷസീയ മുഖം വെളിവാക്കുന്നതാണ് സംഭവമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. കണ്ണൂരിൽ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രസംഗിക്കവേ വേദിക്ക് സമീപം ബോംബേറ് നടത്തിയ BJP RSS നീക്കത്തെ CPIM പോളിറ്റ് ബ്യൂറോ ശക്തമായി അപലപിച്ചു. കോടിയേരി ബാലകൃഷ്ണൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ BJP RSS നടത്തിയ ബോംബാക്രമണത്തെ പാർട്ടി ശക്തിയായി അപലപിക്കുന്നു. ഇത്തരം കടന്നാക്രമണങ്ങൾ കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തളർത്താനാവില്ല.
അത് വെറും വ്യാമോഹം മാത്രമാണ്. പ്രസംഗവേദിക്ക് സമീപം RSS നടത്തിയ ബോംബാക്രമണം ആസൂത്രിതമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ആസൂത്രിതമായി നടന്നൊരു സംഭവമാണ്. ഈ പറയുന്ന സംഭവം ചെയ്ത ആളുകളെ ആ പ്രദേശത്തുള്ള ജനങ്ങൾക്കൊക്കെ അറിയാം. പാർട്ടിക്ക് നല്ല സ്വാധീനമുള്ളൊരു പ്രദേശത്ത് കുറച്ചാളുകൾ വന്ന് അക്രമം സംഘടിപ്പിച്ച് CPM-നെ പ്രകോപിപ്പിക്കുക, അതിനുവേണ്ടി ചെയ്ത ഒരു നടപടിയാണ്. പ്രസംഗവേദിക്ക് സമീപം ബോംബെറിഞ്ഞത് ജനങ്ങളുടെ സമാധാനം തകർക്കാനുള്ള RSSന്റെ ശ്രമമെന്ന് VS അച്യുതാനന്ദൻ. മോദിയുടെ ഭരണത്തിന് കീഴിൽ RSS ബോധപൂർവം പ്രകോപനമുണ്ടാക്കുന്നുവെന്നും ജനാധിപത്യവാദികൾ മുഴുവൻ ജാഗ്രത പാലിക്കണമെന്നും VS പറഞ്ഞു. RSSന്റെ രാഷ്ട്രീയ മുഖമാണ് ഇതിലൂടെ വെളിവാകുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്. കണ്ണൂരിൽ കോടിയേരി ബാലകൃഷ്ണൻ പ്രസംഗിച്ച വേദിക്ക് സമീപം ബോംബെറിഞ്ഞ കേസിൽ 12 RSS പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരെ തലശ്ശേരി DYSP ഓഫീസിൽ ചോദ്യം ചെയ്തു. ബോംബെറിഞ്ഞത് RSSന്റെ പൂർണ്ണ അറിവോടെയാണെന്ന് P. ജയരാജൻ വ്യക്തമാക്കി. നങ്ങാരത്ത് പീടികയിൽ KP ജിജേഷ് സ്മാരകം RSS പ്രവർത്തകർ വികൃതമാക്കുകയും ചെയ്തു. കോടിയേരി നങ്ങാരത്ത് പീടികയിൽ ഇന്നലെ CPIM പോളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാന സെക്രട്ടറിയുമായ കോടിയേരി ബാലകൃഷ്ണൻ ജിജേഷ് അനുസ്മരണ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യവെയാണ് ബോംബേറുണ്ടായത്. CPIM പ്രവർത്തകരോട് ശാന്തരാവാനും ആത്മസംയമനം പാലിക്കാനും നേതാക്കളടക്കം ആഹ്വാനം ചെയ്തതിന്റെ ഭാഗമായി കാര്യമായ ആക്രമണ സംഭവങ്ങളൊന്നും സംസ്ഥാനത്തുണ്ടായില്ല. അതേസമയം രക്തസാക്ഷിയെ അപമാനിക്കും വിധത്തിൽ ജിജേഷ് സ്മാരക സ്തൂപത്തിൽ മലമൂത്ര വിസർജനം നടത്തിയും കരിയോയിലൊഴിച്ചും ഇന്ന് പുലർച്ചെയോടെ വീണ്ടും പ്രകോപനപരമായ പ്രവൃത്തികൾ നങ്ങാരത്ത് പീടികയിൽ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് CPIM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ വാർത്താ സമ്മേളനം നടത്തിയത്. ഇന്നലെ CPIM സംസ്ഥാന സെക്രട്ടറിക്ക് നേരെ നടന്ന ആക്രമണ സംഭവങ്ങൾ RSS നേതൃത്വം ഗൂഢാലോചന നടത്തി ചെയ്തതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് കൃത്യമായ നേതൃത്വത്തിന്റെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള ആക്രമണമാണെന്ന് അത് സ്ഥാപിക്കത്തക്ക നിലയിലാണ് ഇന്ന് പുലർച്ചെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളും തെളിയിക്കുന്നത്. വിഷ്ണുവിനെ നിർബന്ധിച്ച് ആത്മഹത്യാക്കുറിപ്പ് എഴുതിച്ച സംഭവം പുറത്തായതും സംഘപരിവാർ സംഘടനകൾക്കിടയിലെ ഭിന്നത മൂടിവെക്കാനും ബോധപൂർവം ആക്രമണം നടത്തി വിഷയം തിരിച്ചുവിടാനാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. RSSനകത്ത് വലിയ നിലക്കുള്ള ഭിന്നത നിലനിൽക്കുകയാണ്. ഈ ഭിന്നത പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ആക്രമണങ്ങളെയും അവർ ഉപയോഗപ്പെടുത്തുന്നത്. ആ ഘട്ടത്തിലും പാർട്ടി ജനങ്ങളോട് പറയുന്നത് ആത്മസംയമനം പാലിക്കുക. ഫെബ്രുവരി 3 ജില്ലയിൽ 203 കേന്ദ്രങ്ങളിൽ RSS അധോലോക സംഘം തിരിച്ചറിയുക, സംസ്ഥാന സെക്രട്ടറിക്കെതിരെ നടന്ന ആക്രമണം സമഗ്രമായി അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അതേസമയം ഇന്നലെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെതിരെ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് 12 RSS പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. തിരുവനന്തപുരത്ത് RSS പ്രവർത്തകനെ തടവിൽ പീഡിപ്പിച്ച സംഭവത്തിൽ 45 RSSകാർക്കെതിരെ കേസെടുത്തു. RSS പ്രവർത്തകനായിരുന്ന വിഷ്ണുവിനെ CPIM ബന്ധം ആരോപിച്ചായിരുന്നു ഇവർ തടവിലാക്കി പീഡിപ്പിച്ചത്. RSS പ്രവർത്തകനായ വിഷ്ണുവിനെ തടങ്കലിൽ പാർപ്പിച്ച് മർദ്ദിക്കുകയും നിർബന്ധിച്ച് ആത്മഹത്യാക്കുറിപ്പ് എഴുതി വാങ്ങുകയും ചെയ്ത സംഭവത്തിലാണ് 45 RSS പ്രവർത്തകർക്കും നേതാക്കൾക്കുമെതിരെ കേസെടുത്തത്. തിരുവനന്തപുരം ഫോർട്ട് പോലീസാണ് കേസെടുത്തത്. RSS സഹപ്രാന്ത പ്രചാരക് സുദർശൻ, വിഭാഗ് പ്രചാരകൻ കിരൺ സൂര്യ, ഹിന്ദു ഐക്യവേദി സംഘടനാ സെക്രട്ടറി C. ബാബു അടക്കമുള്ള സംസ്ഥാന നേതാക്കൾക്കും പ്രവർത്തകരുടെയും പേരിലാണ് കേസെടുത്തിരിക്കുന്നത്. കേസ് അന്വേഷിക്കുന്നതായി അസിസ്റ്റന്റ് കമ്മീഷണർമാരായ KE ബൈജു, സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ CAമാരും SIമാരും ഉൾപ്പെട്ട ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പയ്യന്നൂർ ധൻരാജ് വധക്കേസിൽ പ്രതിയായ പ്രചാരകനെ ആറ്റിങ്ങലിൽ നിന്നും പോലീസ് പിടിച്ചതിന് പിന്നിൽ വിഷ്ണുവാണെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം. ഒന്നിലേറെ തവണ വിഷ്ണുവിനെ കൊലപ്പെടുത്താനും ശ്രമിച്ചു. RSSന്റെ കടക്കാവൂർ കാര്യവാഹായി പ്രവർത്തിക്കവെയാണ് വിഷ്ണുവിനെ RSS സംഘം തട്ടിക്കൊണ്ടുപോയത്. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജനെതിരെ ആത്മഹത്യാക്കുറിപ്പും എഴുതി വാങ്ങി. വിവരണാതീതമായ പീഡനമാണ് RSS കസ്റ്റഡിയിൽ തനിക്ക് അനുഭവിക്കേണ്ടി വന്നതെന്ന് നേരത്തെ വിഷ്ണു വെളിപ്പെടുത്തിയിരുന്നു. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് 45ഓളം RSS പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും ചെയ്തത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. RSSകാർ മർദ്ദിച്ച വിഷ്ണുവിനെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ കോടിയേരി ബാലകൃഷ്ണൻ സന്ദർശിച്ചു. വിഷ്ണുവിന്റെ സംരക്ഷണം സർക്കാർ ഉറപ്പാക്കണമെന്ന് കോടിയേരി ആവശ്യപ്പെട്ടു. MV ഗോവിന്ദൻ, ആനാവൂർ നാഗപ്പൻ, V. ശിവൻകുട്ടി തുടങ്ങിയവരും കോടിയേരിക്കൊപ്പം ഉണ്ടായിരുന്നു. ടൈറ്റാനിയം അഴിമതി കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ കോൺഗ്രസ് നേതാവ് KK രാമചന്ദ്രൻ മാസ്റ്റർ വിജിലൻസിന് മൊഴി നൽകി. സ്വകാര്യ കമ്പനിക്കായി ഉമ്മൻചാണ്ടി അധികാര ദുർവിനിയോഗം നടത്തിയെന്ന് രാമചന്ദ്രൻ മാസ്റ്റർ മൊഴിയിൽ വ്യക്തമാക്കുന്നു. ഉമ്മൻചാണ്ടിയും ഉദ്യോഗസ്ഥരും ഗൂഢാലോചന നടത്തിയെന്നും മൊഴിയിലുണ്ട്. മൊഴിയുടെ പകർപ്പ് പീപ്പിൾ TV പുറത്തുവിട്ടു.
മുൻ മന്ത്രിയുമായ കെ രാമേന്ദ്രൻ മാസ്റ്റർ വിജിലൻസിന് മൊഴി നൽകിയത്. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന് ഇമെയിലിലൂടെയാണ് രാമേന്ദ്രൻ മാസ്റ്റർ മൊഴി അയച്ചു കൊടുത്തത്. താൻ മന്ത്രിയായിരുന്ന ഘട്ടത്തിലാണ് ടൈറ്റാനിയം കമ്പനിയിൽ ഈ പ്രോജക്റ്റിന് ആരംഭം കുറിക്കപ്പെടുന്നത്. അന്നത്തെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചെയർമാൻ ഈ പദ്ധതി അനാവശ്യവും അഴിമതി ഉണ്ടാകാൻ സാധ്യതയുള്ളതുമാണെന്ന് എനിക്ക് മുന്നറിയിപ്പ് നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതില്ലെന്ന് താൻ നിർദ്ദേശം നൽകി. ഇത് തന്നോടുള്ള വ്യക്തിവിരോധത്തിന് കാരണമായി. ഉമ്മൻചാണ്ടിയും ഉദ്യോഗസ്ഥരും തമ്മിൽ ഗൂഢാലോചന നടത്തിയാണ് പ്രോജക്റ്റ് നടപ്പിൽ വരുത്തിയത്. പാർട്ടി തലത്തിൽ കൂടി ഗൂഢാലോചന നടന്നതിനാലാണ് തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചുമതലയിൽ നിന്ന് മാറ്റിയതും സുജനപാലിനെ വകുപ്പ് മന്ത്രിയാക്കിയതും. ന്യൂട്രലൈസേഷൻ പദ്ധതി നടപ്പിലാക്കേണ്ട സ്ഥാനത്ത് മെക്കോണുമായി കരാറിൽ ഏർപ്പെട്ടത് വഴി കമ്പനിക്കും സർക്കാരിനും നഷ്ടമുണ്ടായി. ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും വിജിലൻസ് കോടതിയിൽ പറയാൻ തയ്യാറാണെന്നും കത്തിൽ പറയുന്നു. നിലവിൽ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ലാത്തതിനാലാണ് താൻ മൊഴി ഇമെയിലിലൂടെ അയച്ചതെന്നും അദ്ദേഹം കത്തിൽ വ്യക്തമാക്കുന്നു. രാമചന്ദ്രൻ മാസ്റ്റർ രേഖാമൂലം മൊഴി നൽകിയത് ഉമ്മൻചാണ്ടിക്ക് ടൈറ്റാനിയം കേസിൽ തലവേദനയാകുമെന്നത് ഉറപ്പ്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. ചീഫ് സെക്രട്ടറി SM വിജയാനന്ദനും അഡീഷണൽ ചീഫ് സെക്രട്ടറി ടോം ജോസിനും തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ രൂക്ഷ വിമർശനം. കോടികളുടെ അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥനെ എന്തിനു സംരക്ഷിക്കുന്നുവെന്നും ടോം ജോസിനെതിരെ എത്ര കേസുണ്ടെന്നും കോടതി ചോദിച്ചു. സിഡ്കോ അഴിമതിയിൽ TO സൂരജ് ഉൾപ്പെടെ 4 പ്രതികൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാനും കോടതി ഉത്തരവിട്ടു. ചീഫ് സെക്രട്ടറി IAS ഉദ്യോഗസ്ഥർക്കെതിരായ ഫയലുകൾ പൂഴ്ത്തിയെന്നാരോപിച്ചുകൊണ്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് SM വിജയാനന്ദനെതിരെ രൂക്ഷ പരാമർശം കോടതി നടത്തിയത്. ടോം ജോസിനെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെടുന്ന വിജിലൻസ് ഡയറക്ടറുടെ ശുപാർശ ചീഫ് സെക്രട്ടറി പൂഴ്ത്തിയെന്നായിരുന്നു ഹർജി. ടോം ജോസിനെതിരെ എത്ര കേസുകളുണ്ടെന്ന് കോടതി ആരാഞ്ഞു. 2 കേസുകളിൽ പ്രതിയാണെന്ന് വിജിലൻസ് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചപ്പോഴാണ് രൂക്ഷ പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥരെ എന്തിനാണ് സംരക്ഷിക്കുന്നതെന്ന് കോടതി ചോദിച്ചു. വകുപ്പ് തല നടപടികൾ ശുപാർശ ചെയ്ത 10ഓളം ഫയലുകൾ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ കെട്ടിക്കിടക്കുകയാണെന്ന് കോടതി പറഞ്ഞു. ഹർജിക്ക് ആധാരമായ മുഴുവൻ ഫയൽ രേഖകളും വിജിലൻസ് ഇന്ന് കോടതിയിൽ ഹാജരാക്കി. ഫയലുകൾ പരിശോധിച്ച് വിധി പറയുന്നതിനായി ഫെബ്രുവരി 7 കേസ് മാറ്റി. ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോയ്ക്കെതിരായ ഹർജിയും ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നു. സമാനമായ മറ്റൊരു ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണെന്ന് വിജിലൻസ് അറിയിച്ചു. അതിന്റെ തീരുമാനം അറിഞ്ഞ ശേഷം പരിഗണിക്കുന്നതിനായി ഫെബ്രുവരി 6 കേസ് മാറ്റി. സിഡ്കോ MDയെ നിയമിച്ചതിലെ ക്രമക്കേടിൽ TO സൂരജ്, സിഡ്കോ മുൻ MD സജി ബഷീർ, ഇസഹാക്ക് എന്നിവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തതായും വിജിലൻസ് തിരുവനന്തപുരം കോടതിയെ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പഞ്ചാബിൽ അമരീന്ദർ സിംഗ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. രാഹുൽ ഗാന്ധിയാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. പ്രകാശ് സിംഗ് ബാദലിനെയും കുടുംബത്തെയും നരേന്ദ്രമോദിയെയും രൂക്ഷമായി വിമർശിച്ചായിരുന്നു രാഹുലിന്റെ പ്രസംഗം. ബാദൽ കുടുംബം സഹായിച്ചത് മുഴുവൻ സ്വന്തക്കാരെയാണെന്നും സാധാരണ ജനങ്ങൾക്ക് ഒരു സഹായവും ലഭിച്ചിട്ടില്ലെന്നും രാഹുൽ പറഞ്ഞു. പഞ്ചാബിന്റെ വികസനത്തിനായി കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്നും രാഹുൽ അഭ്യർത്ഥിച്ചു. കച്ചവടം ലക്ഷ്യമാക്കിയുള്ള സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കടന്നുവരവാണ് സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ തകർച്ചയ്ക്ക് കാരണമായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സർക്കാർ എയ്ഡഡ് മേഖലയിലെ പൊതുവിദ്യാലയങ്ങളിലെ 1 മുതൽ 12 വരെയുള്ള ക്ലാസുകളെ മികവിന്റെ കേന്ദ്രങ്ങളായി മാറ്റുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പൊതുവിദ്യാലയങ്ങളുടെ നിലവാരമുയർത്താനുള്ള സംസ്ഥാന സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിനാണ് തിരുവനന്തപുരം മലയങ്കിഴ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായത്. സംരക്ഷണ യജ്ഞത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ ബാധിച്ച ഘടകങ്ങളെ മുഖ്യമന്ത്രി അക്കമിട്ടാണ് പ്രതിപാദിച്ചത്. വിദ്യാഭ്യാസ സ്ഥാപനം എന്നത് ഒരു ലാഭമുണ്ടാക്കാൻ പറ്റുന്ന സ്ഥാപനമാണ് എന്ന കണക്കുകൂട്ടലിലേക്ക് ആളുകൾ മാറി. അബ്കാരിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും വലിയ ലാഭം വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിയാൽ കിട്ടും എന്ന് പ്രതീക്ഷിക്കുമ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുകയാണ്. വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയാണ്. എന്തൊക്കെ സൗകര്യങ്ങളാണ് ഒരു വിദ്യാലയത്തിന് വേണ്ടത് അത് മാതൃകയാക്കണം. 1 മുതൽ 12 വരെയുള്ള ക്ലാസുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കാൻ വേണ്ടിയുള്ള പദ്ധതിക്കാണ് സംസ്ഥാന സർക്കാർ രൂപം നൽകിയിരിക്കുന്നത്. അധ്യാപകർക്കും കാലാനുസൃത പരിശീലനം കൊടുക്കുക എന്നതും പദ്ധതിയിൽ ഉൾപ്പെടുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ IB സതീഷ് MLA, A സമ്പത്ത് MP, പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഉഷ ടൈറ്റസ്, DPI മോഹൻകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നീതി ആയോഗിനെ ഉപയോഗിച്ച് ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കാനുള്ള കേന്ദ്ര നീക്കം ഫെഡറൽ ഭരണ സംവിധാനത്തിന് നേരെയുള്ള കടന്നാക്രമണമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സംസ്ഥാന സർക്കാരിനെ മറികടന്ന് പഞ്ചായത്തുകളുടെ പ്രവർത്തനത്തിൽ നേരിട്ടിടപെടാനുള്ള നീക്കമാണ് കേന്ദ്രം നടത്തുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. സംസ്ഥാനത്തിന്റെ അധികാരങ്ങളും അവകാശങ്ങളും കവർന്നെടുക്കുന്ന ഇത്തരം നീക്കങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു.
മറ്റക്കര ടോംസ് കോളേജ് കെട്ടിടം മാറുന്നു. കോളേജ് മാനേജ്മെന്റിന്റെ ഉടമസ്ഥതയിലുള്ള പുതിയ കെട്ടിടത്തിലേക്ക് സാധന സാമഗ്രികൾ മാറ്റി. കോളേജിനെതിരെ വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് മാനേജ്മെന്റിന്റെ പുതിയ നീക്കം. അഫിലിയേഷൻ നേടിയതിലുൾപ്പെടെ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന് സാങ്കേതിക സർവകലാശാല സമിതി കണ്ടെത്തിയിരുന്നു. പുതിയ കെട്ടിടത്തിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കോളേജ് തുടർന്ന് പ്രവർത്തിപ്പിക്കാനാണ് മാനേജ്മെന്റിന്റെ ലക്ഷ്യമെന്നാണ് ആരോപണം. ലോ അക്കാദമി വിഷയത്തിൽ AISF നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ നേരിയ സംഘർഷം. ലോ അക്കാദമിക്ക് മുന്നിൽ നടക്കുന്ന വിദ്യാർത്ഥി സമരത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രകടനം തടഞ്ഞു. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കിയും പ്രയോഗിച്ചു. മൂന്നാർ റിസോർട്ടുകൾക്കെതിരെ സുപ്രീം കോടതി. ഏലപ്പാട്ട ഭൂമിയിൽ റിസോർട്ടുകൾ അനുവദിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി. കൃഷിക്കായി അനുവദിച്ച ഭൂമിയിൽ Cloud9, മൂന്നാർ വുഡ്സ് ഹോട്ടലുകൾ എങ്ങനെ റിസോർട്ടുകൾ നിർമ്മിച്ചെന്നും കോടതി ചോദിച്ചു. ഉടമസ്ഥാവകാശം പതിച്ചു നൽകിയ ഹൈക്കോടതി വിധിക്കെതിരെയുള്ള സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിലാണ് കോടതിയുടെ പരാമർശങ്ങൾ. മൂന്നാർ കയ്യേറ്റത്തിൽ റിസോർട്ടുകളെ പ്രതിരോധത്തിലാക്കിയാണ് സുപ്രീം കോടതിയുടെ പരാമർശം. കൃഷിക്കായി നൽകിയ ഭൂമിയിൽ എങ്ങനെ റിസോർട്ട് പണിതെന്നാണ് സുപ്രീം കോടതി അതിശയം പ്രകടിപ്പിച്ചത്. ഉടമസ്ഥാവകാശത്തിന്റെ ഒരു ഫോട്ടോ കോപ്പി മാത്രം പരിഗണിച്ച് ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധി പുനഃപരിശോധിക്കേണ്ടതുണ്ടെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് സുപ്രീം കോടതി പരാമർശം. ഏലം കൃഷിക്കായാണ് ഭൂമി വിട്ടു നൽകിയതെന്നും അവിടെ റിസോർട്ട് ഉണ്ടായത് എങ്ങനെയാണെന്നും കോടതി ആരാഞ്ഞു. മൂന്നാർ വുഡ്സ്, Cloud9 എന്നീ റിസോർട്ടുകൾക്കെതിരെയായിരുന്നു ജസ്റ്റിസ് പിനാകി ചന്ദ്രഘോഷ് അധ്യക്ഷനായ ബെഞ്ചിന്റെ പരാമർശം. വ്യക്തമായ ഉപാധികളോടെയാണ് ഭൂമി നൽകേണ്ടതെന്നും ഉപാധിരഹിത പട്ടയം അനുവദിക്കാനാകില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. അനുവദിച്ച ആവശ്യങ്ങൾക്കല്ല മൂന്നാർ വുഡ്സ്, Cloud9 എന്നീ റിസോർട്ടുകൾ ഭൂമി ഉപയോഗിക്കുന്നതെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. മറ്റൊരു വാർത്തയിലേക്ക്. സാമ്പത്തിക ശക്തികളിൽ ഇന്ത്യ ലോകത്തെ രണ്ടാം ശക്തിയെന്ന് UAE സാമ്പത്തിക കാര്യമന്ത്രി സുൽത്താൻ ബിൻ സയ്യിദ് അൽ മൻസൂരി പറഞ്ഞു. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദിന്റെ ഇന്ത്യൻ സന്ദർശനത്തോടനുബന്ധിച്ച് വിശാഖപട്ടണത്ത് നടന്ന സാമ്പത്തിക പങ്കാളിത്ത ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവരങ്ങളുമായി അബുദാബി സംഘത്തോടൊപ്പമുള്ള ഞങ്ങളുടെ മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ EM അഷ്റഫ് ചേരുന്നുണ്ട്. അഷ്റഫ്, വിശദാംശങ്ങൾ എന്താണ്? ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളുടെ വികസന വളർച്ചയുടെ നൂറ്റാണ്ടാണ് വരാൻ പോകുന്നതും ഇന്ത്യയിൽ ഇനിയും നിക്ഷേപം നടത്താൻ UAE തയ്യാറാണെന്ന് UAE സാമ്പത്തിക മന്ത്രി സുൽത്താൻ സയ്യിദ് അൽ മൻസൂർ പറഞ്ഞു. വികസന വിപ്ലവം ലക്ഷ്യമിട്ട് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ആരംഭിച്ച 2 ദിവസത്തെ രാജ്യാന്തര പങ്കാളിത്ത ഉച്ചകോടിയിലാണ് ഇക്കാര്യം പറഞ്ഞത്. UAE ഉൾപ്പെടെയുള്ള വിവിധ ലോക രാജ്യങ്ങളിലെ പ്രത്യേക ക്ഷണിക്കപ്പെട്ട പ്രതിനിധികളാണ് ഉച്ചകോടിയിൽ പങ്കെടുത്തത്. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയാണ് 23ാമത് പങ്കാളിത്ത ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. ഇതോടനുബന്ധിച്ചുള്ള സ്ഥിരതയുള്ള സാമ്പത്തിക വ്യാപാര വളർച്ചയ്ക്ക് എങ്ങനെ ഒന്നിച്ച് മുന്നേറാം എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. 21ാം നൂറ്റാണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളുടെ വികസന വളർച്ചയുടെ നൂറ്റാണ്ടാണെന്ന് ഇന്ത്യയിൽ ഇനിയും നിക്ഷേപം നടത്താൻ UAE തയ്യാറാണെന്നും UAE സാമ്പത്തിക മന്ത്രി സുൽത്താൻ സയ്യിദ് അൽ അൻസാരി പറഞ്ഞു. അതേസമയം മറ്റൊരു കാര്യം, വളരെയേറെ പ്രസക്തമായ കാര്യം പറഞ്ഞത്, UAE-യിലെ 7 സംസ്ഥാനങ്ങളാണുള്ളത്. ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ UAE-യുടെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ കാര്യം ഈ 7 സംസ്ഥാനങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരേ ദൃഢതയോടുകൂടി മുന്നോട്ട് പോയതാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലും അങ്ങനെ ഉണ്ടാവണം എന്നൊരു കാര്യം പ്രത്യേകം ഊന്നി പറയുകയുണ്ടായി. കേന്ദ്രമന്ത്രിമാരായ വെങ്കയ്യ നായിഡു, നിർമ്മല സീതാരാമൻ, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തുടങ്ങിയവർ സംബന്ധിച്ചു. അതോടൊപ്പം തന്നെ UAE-യിൽ നിന്നും BR ഷെട്ടി, വ്യാപാര വാണിജ്യ മേഖലയിൽ നിന്നും BR ഷെട്ടി, സുധീർ ഷെട്ടി തുടങ്ങിയ വ്യാപാര വാണിജ്യ പങ്കാളിത്തമുള്ള ഉന്നതരും പങ്കെടുത്തു. UAE-യിലെ വിവിധ വകുപ്പ് മന്ത്രിമാരും നയതന്ത്ര ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലെ പ്രമുഖരും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഗ്ലോബൽ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് രാജീവ് ജോസഫിന് ഇൻഡോ ബ്രിട്ടീഷ് എക്സലൻസ് അവാർഡ് നൽകി ആദരിച്ചു. ലണ്ടനിലെ ബ്രിട്ടീഷ് പാർലമെന്റിൽ നടന്ന ഇൻഡോ ബ്രിട്ടീഷ് ബിസിനസ് മീറ്റിൽ വെച്ചാണ് ലോക്ടൺ ടൗൺ കൗൺസിൽ ഡെപ്യൂട്ടി മേയർ ഫിലിപ്പ് എബ്രഹാം രാജീവ് ജോസഫിനെ ആദരിച്ചത്. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കളും അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുത്തു. ഇൻഡോ ഹെറിറ്റേജ് ഇന്റർനാഷണൽ എയറോപോളിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലാണ് രാജീവ് ജോസഫിന്റെ നേതൃത്വത്തിൽ വിമാനത്താവള കമ്പനി പത്തനംതിട്ടയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്.